മാർച്ച് 14 ഹൃദയത്തെ നിർമ്മലമാക്കാം. പ്രഭാഷകൻ 23:18-26 വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഹത്യ ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവന് അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതന്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേര് പിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. പ്രാർത്ഥന. സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള അങ്ങയുടെ കണ്ണുകൾ ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇരുട്ടിൻ്റെ മറയിൽ ഞങ്ങൾ ചെയ്യുന്ന പാപങ്ങളും ഞങ്ങളുടെ നിഗൂഢ മാർഗങ്ങളും അങ്ങേക്ക് അജ്ഞാതമല്ലല്ലോ. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ ഉടമ്പടികളിലും വന്നുപോയ അവിശ്വസ്തതയോർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. ജഡീയ പാപങ്ങൾക്ക് അടിമപ്പെട്ട് അങ്ങയുടെ ക്രോധം ഞങ്ങളുടെ കുടുംബത്തിൽ മേൽ പതിക്കാൻ ഇടവരുത്തരുതേ. ഈ ലോകത്തിലെ സന്തോഷങ്ങളും മായകളും കടന്നു പോകുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. സുഹൃത്ത് ജപം. ഈശോയെ, ഹൃദയ നൈർമല്യത്തിൽ ജീവിക്കാൻ കൃപയേകണമേ. ഈശോയെ, ഹൃദയ നൈർമല്യത്തിൽ ജീവിക്കാൻ കൃപയേകണമേ. ഈശോയെ, ഹൃദയ നൈർമല്യത്തിൽ ജീവിക്കാൻ കൃപയേകണമേ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.